പെശകാണെങ്കിൽ ഞാൻ അതിലും പെശകാണ്. എന്റെ ഈ ഒരു മുഖം മാത്രമല്ലേ നിങ്ങൾ ഒരിക്കൽ സതീശനല്ലേ ഇത് കണ്ടുള്ളൂ. എനിക്ക് മറ്റൊരു മുഖം കൂടി ഉണ്ട്. ഇതാ എനിക്ക് 3 വയസ്സുള്ള എടുത്താ. നിങ്ങൾ പെശകാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കാണാം. നിങ്ങളെ കുറച്ച് സമയം പോട്ടെ. ഞാൻ അതിലും പെശകാണ്. എന്റെ ഈ ഒരു മുഖം മാത്രമല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. എനിക്ക് മറ്റൊരു മുഖം കൂടി ഉണ്ട്. ഇതാ എനിക്ക് 3 വയസ്സുള്ള എടുത്താ. ഇതുമാതിരി കെവിന്റെ നിലവാരത്തിലുള്ള കോമഡികൾ ഡിസ്കോഡിൽ കൊണ്ടുവരുന്നത് പ്ലീസ്. ഷർട്ട് എനിക്കങ്ങോട്ട് ദേഷ്യം വന്നിട്ടാ. എന്തിനാ എടാ എന്നാരും വാങ്ങണില്ല, നീ ഇത്രയും കൂടിക്കിടക്കണ കാരണമാണ്. എടാ ഞാൻ നിന്റെ അടുത്ത് എത്രാമത്തെ പ്രാവശ്യം പറയണത്, എടാ നിനക്ക് നിന്റെ വലിപ്പം അറിയാൻ പാടില്ല, നിന്റെ ക്വാളിറ്റി നോക്ക്, നിന്റെ ഭംഗി നോക്ക്. ഇതൊക്കെ ആര് വാങ്ങാനാടാ? ഇത്തിരിയെങ്കിലും വില കുറച്ചിരുന്നെങ്കിൽ ആരെങ്കിലും വാങ്ങിയെന്നെ. എടാ എനിക്ക് കുറയണോണ്ട് ഇവിടെ ഒരു വിഷയമില്ല, പക്ഷെ കുറഞ്ഞ നീ അത്ര ഉള്ളൂ എന്ന് ആൾക്കാർ വിചാരിക്കും. അങ്ങനെ വേണ്ട. ഈ ഷർട്ട് എത്ര റേറ്റ് വരാ? സാർ 8000 ആണ് സാർ. 8000ഓ? വേണ്ട, വേറെ നോക്കാം. എടാ അയാൾക്ക് നീ ഇടാനുള്ള യോഗ്യത ഇല്ലെന്ന് വിചാരിച്ചാ മതി. നീ ഒന്ന് വെയിറ്റ് ചെയ്യണ്ട മോനെ. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കാലം കുറച്ച്. ഈ ഷർട്ട് എത്ര റേറ്റ് വരാ? സാർ ഇത് വരുന്നത് 8000 ആണ് സാർ. 8000 അല്ലേ? നല്ല തുണിയാണുള്ളത്. ആ സാർ കൂടിയതാണ്. സൈസ് 36. എന്നാ പാക്ക് ചെയ്തോ. എടാ അയാൾ നമ്മള് വാങ്ങിച്ചില്ല, അയാളുടെ കൂടെ പോവാ. എന്റെ ജോലി കഴിഞ്ഞു. നിന്നെ ആരെങ്കിലും വാങ്ങാൻ സഹായിക്കുക എന്നുള്ളതാണ് എന്റെ ജോലി. എന്നെ ഇപ്പൊ ഒരു പൊട്ടിച്ചാളെ. അല്ലടാ ഞാൻ ഇനി നിന്റെ അതേ യോഗ്യത ഉള്ള ആരെങ്കിലും വന്നവരെ ഞാനിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പൊ നമ്മളിനി ഒരിക്കലും കാണൂലേ? എന്റെ പൊന്നോ. ആ ഷർട്ട് വേഗം പാക്ക് ചെയ്തേ. ചെറിയ വീഡിയോയിൽ അവൻ എന്ത് മെസ്സേജാ കൊടുത്തല്ലേ? വിഷയം ബ്രോ, വിഷയം കിടിലം. ഓൺ ടൈമിലുള്ള വീഡിയോ ആണ്. ആദ്യം നമുക്ക് ഈ കരയുടെ ഭാഗം ഇങ്ങോട്ട് POV ഇറ്റ്സ് കോമൺ ഇൻ ഒട്ടിക്കുന്ന മുണ്ട് കിട്ടോളാ മണ്ട. ഞാനതാ വാരി ചുറ്റണേ. താഴേക്ക് ഒഴുകി ഇറങ്ങുന്ന രീതിയിൽ ഈ കര ഭാഗം വരുന്ന രീതിയിൽ കഷ്ടകാലം. എരിയുന്ന സൂര്യനെ പിടിച്ചെടുക്കാം, കടൽക്കോടും ഇത് കോണാൻ ചുറ്റണ ഇവൻ. കാറ്റിനെ കവർന്നെടുക്കാം, തടയുന്ന കൊടുമുടി അടിച്ചുടയ്ക്കാം, മുകിലിൽ ചെന്നിടി മിന്നലെടുത്തെറിയാം. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഈ വാചാലനെക്കുറിച്ച് വാചാലതയുള്ള ഒരു വീഡിയോ കാണാം. പ്ലീസ് വീഡിയോ. അത് ഗോകുവിന്റെ സൗണ്ട് ആണല്ലോ. ഇത് ബൂട്ട് ക്യാമ്പിലുള്ളപ്പോഴാണോ? ഒറിജിനൽ ആണ്. പിന്നെ ഒറിജിനൽ ഓ ബൂട്ട് ക്യാമ്പ് എംആർസിന് ബൂട്ട് ക്യാമ്പ്. അതൊക്കെ ഇപ്പഴേ മനസ്സിലായത്. ഇവിടെ ഒരു തടിക്കടയാണ്. ഇവിടെ ഒരു തടിക്കടയാണ്. ഇവിടെ അതിന്റെ മുകളിലാണ് എംആർസിന് ബൂട്ട് ക്യാമ്പ്. അയ്യോ ഒറിജിനൽ ആണ്. ഓ പിന്നെ ഒറിജിനൽ കോപ്പാണ്. പിന്നെ അതിന് പോയാൽ എന്നെ ഫോണെ ഫ്രണ്ട് എന്നെ വിളിക്കുള്ളൂ, എനിക്ക് ഉറപ്പാണ്. അതിന് പോയിട്ടുണ്ടെ ഫോണെ ഫ്രണ്ട് എന്നെ തന്നെ വിളിക്കുള്ളൂ, വേറെ ആരും വിളിക്കത്തില്ല. അതെനിക്ക് ഉറപ്പാ. അവൻ പോയിട്ടുണ്ടായിരുന്ന ഫോണെ ഫ്രണ്ട് എന്നെ വിളിച്ചേനെ. Others using meanwhile 41-year-old man with a shaving set. സത്യം ധനുഷ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ +2 ഉടുപ്പ് ഇട്ട് കൊടുത്താൽ സ്കൂൾ പയ്യൻ. മറ്റേ കുറച്ചുകൂടെ ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒരു കട്ടി മീശ ഇതും കൊടുത്താൽ കോളേജ്.
കുറച്ചും കൂടി ഇനി ഒരു ഗാംഭീര്യം വേണം. താടിയും മീശയും വെച്ചാ മറ്റേ മാസ് ഹീറോ അല്ലേ? എടാ ധനുഷിന് 41 വയസ്സായോ? 41 ഈ വർഷം. എന്റെ അളിയ, അപ്പൊ എനിക്കും നല്ല പ്രായമായല്ലേ? എനിക്കും സെയിം സ്കീമാണ്, താടി വളർന്ന ഇങ്ങനെ. എടാ പുള്ളിക്ക് അറ്റ്ലീസ്റ്റ് അത് വളർത്തിയിട്ട് മാസ് കാണിക്കാൻ പറ്റും. നിനക്കത് എന്ത് പറ്റും? എനിക്ക് താടിയുണ്ട്, അതുണ്ട്. കരടിനെന്ന് പറഞ്ഞ് മറ്റേ സാമാനം മേടിച്ച് മുഖത്ത് വെക്കണം നിന്റെ അടുത്തൊക്കെ എന്ത് പറയാൻ? 100.7 FM GTA radio is crazy. non-stop pop. Your wife is pregnant and everyone touches her belly and says, "Congratulations." But no one caresses your balls and says, "Well done." സത്യല്ലേ? അത് സത്യമാണ് കേട്ടോ. ഇത് ഡിഫോൾട്ട് റേഡിയോ തന്നെ വരുന്നത് ഉറപ്പാണോ? എനിക്ക് തോന്നുന്നു ഡബ്ബിടാണെന്ന്. അല്ലല്ല, റേഡിയോക്കകത്തുണ്ട്. ഡിഫോൾട്ട് റേഡിയോ വരുന്നതാണോ? എനിക്ക് തോന്നുന്നില്ല. അണ്ണ ആനിമി റെക്കമെൻഡ് ചോദിക്കുന്നത് ലൈവിൽ കണ്ടു. ഈ ആനിമി ഫസ്റ്റ് എപ്പിസോഡ് ട്രൈ ചെയ്ത് നോക്കണ. ഫസ്റ്റ് തൊട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്, വർത്ത് ആണ്. ഹോപ്പ് യു വിൽ ട്രൈ. Itachi casually pointing to himself while fighting Sasuke has to be the coldest Genjutsu. Genjutsu in Naruto. അനിയന് ചേട്ടനാണോ ഇവര്? ആണാ? പുള്ളിയുടെ അളിയന്റെ മോനെ എനിക്കറിയാം. ആരാ? ഞാൻ പേര് മറന്നുപോയി. ട്രൈ കക്കാശി. ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അണ്ണനെ ഇനി തൊട്ടേ അണ്ണ ടർഫില് പിക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു പൊട്ടിക്കണം. ഇതിനകത്തിരുന്ന് മറ്റേ ച്യൂ എന്ന് പറഞ്ഞ് കാണിക്കണല്ലേ? അങ്ങനെയൊക്കെ കാണിക്കണം. ആ ഓക്കെ ഓക്കെ ഓക്കെ. 5 ഭാഷ അണ്ണാ ഇത് മിസ്സാക്കല്ലേ? 5 ഭാഷ സാറിന് സംസ്കൃതം, മലയാളം, തമിഴ്, കന്നഡ, തെലുഗു, ഇംഗ്ലീഷ്, ഹിന്ദി, നേപ്പാളി. These are the languages I can handle. അറിയാത്തതും പറയാൻ കേട്ടോ. ഈ മൊബൈൽ ഉപയോഗിക്കണില്ല, വണ്ടി ഓട്ടാൻ അറിയില്ല, ചെലവില്ലല്ലോ. പെട്രോളും. ലൈഫ് ഈസ് റിയലി സിമ്പിൾ. വി ഇൻസിസ്റ്റ് ഓൺ മേക്കിംഗ് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. പഠിച്ച ആളാണ് കേട്ടോ, നല്ലപോലെ പഠിച്ച ആളാണ്. കപട ലോകത്തിൽ ഒരു ആത്മാർത്ഥ ഹൃദയം ഉണ്ടായതാണ് പരാജയം. An honest person is the noblest work of God. കപട ലോകത്തൊരു ആത്മാർത്ഥ ഹൃദയം ഉണ്ടായതാണ് എന്റെ പരാജയം എന്ന്. കപട ലോക ദേശവാദി ഇത് ആദിപതി. അതെന്ത് റൈമിംഗ് ആടാ അത്. എന്റെ പൊന്നോ, കപട ലോകത്തിൽ ഒരു ആത്മാർത്ഥ ഹൃദയം ഉണ്ടായതാണ് പരാജയം. An honest person is the noblest work of God. വളരെ സത്യസന്ധനാണ്. ഈ വളരെ സത്യസന്ധതയും ബുദ്ധിമുട്ടിക്കും എന്നാണ് ഇപ്പൊ മനസ്സിലാവണത്. ഒരു മകനും മകളും ഉണ്ട്. കൂടെ ഇല്ല, ഭാര്യയും കൂടെ ഇല്ല. അങ്ങനെ കുറച്ച് സ്ട്രെയിൻഡ് ആണ്. 14 September is my wedding day. 4 decades ആയി. For nearly 3 decades we were living happily together. 30 വർഷം. കുട്ടികൾ രണ്ടാളും വലുതായപ്പോഴാണ് എനിക്ക് ശനിദശ പോലെ തുടങ്ങിയത്. The wife and children started behaving strangely to me and I am now being left alone. എന്റെ അമ്മ വയസ്സായി കടന്നു മരിച്ചു. ജീവിതം എന്ന് പറയുന്നത് എന്നെ മാരേജ് ഈസ് റിയലി എ ട്രാപ്പ്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറഞ്ഞുതരാം. എ ബാച്ചിലർ ഈസ് ഇൻകംപ്ലീറ്റ് അണ്ടിൽ ഹി ഈസ് മാരീഡ്. ഒരു വർഷം മുമ്പ് ആരെങ്കിലും ഈ റീൽസ് ഇവിടെ കൊണ്ട് ഇട്ടുവിടായിരുന്നോടാ? കാരണം കല്യാണം കഴിക്കില്ലായിരുന്നു. കല്യാണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ റീൽ ഇറങ്ങിയത്. അതൊന്നുകൂടെ കേൾക്കട്ടെ. അമ്മ വയസ്സായി കടന്നു മരിച്ചു. ജീവിതം എന്ന് പറയുന്നത് എന്നെ മാരേജ് ഈസ് റിയലി എ ട്രാപ്പ്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറഞ്ഞുതരാം. എ ബാച്ചിലർ ഈസ് ഇൻകംപ്ലീറ്റ് അണ്ടിൽ ഹി ഈസ് മാരീഡ്. Then the next sentence is then he is really finished. ഇനിയിപ്പം നിങ്ങൾക്കൊക്കെ അതൊരു പാഠമായിട്ട് എടുക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പുള്ളി എന്തൊക്കെയോ കുറെ ആളുടെ വേർഡ്സ് ഭയങ്കര ഇന്റൻസിറ്റി ഉള്ള വേർഡ്സ് ആണ്. മേ ബി ചിലപ്പോൾ അറിയാൻ പറ്റില്ല എന്ത് കാരണത്തിലാണ് ഇപ്പൊ പുള്ളി ഒറ്റയ്ക്കായെന്നുള്ള കാര്യം അറിയാൻ പറ്റത്തില്ല. പുള്ളിയുടെ POV മാത്രമേ പറയണം. ബട്ട് സ്റ്റിൽ വേർഡ്സ് ഭയങ്കര പവർഫുള്ള്, ഭയങ്കര കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഇത് വരുന്നു. അതെ 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 സത്യം.
അവളിവിടെ ഉണ്ട് കേട്ടോ, ഉറങ്ങിയില്ല കേട്ടോ. പിടിച്ചു താങ്ക് യു. അതനുസരിച്ച് നമ്മൾ മഫ്തിയിൽ പോയിരുന്നു സാറേ. അപ്പൊ മഫ്തിയിൽ പോയപ്പോ അവരുടെ കൂട്ടത്തിൽ ഒരാളെ പോലെയാണ് സാറേ. അപ്പം ചെറുപ്പത്തിൽ തന്നെ നല്ല ചേസിങ്ങും കാര്യങ്ങളും വന്ന് നമുക്ക് ശരിക്കും എസ്കേപ്പ് ആവാൻ പറ്റിയില്ല. അപ്പൊ ശരിക്കും ഒരു PD സപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മൾ എസ്കേപ്പ് ആയാൻ. പക്ഷെ നമ്മള് PD-നെ ഇൻഫോം ചെയ്യാത്തത് കാരണം നമുക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ട്രക്ക് വെള്ളത്തിൽ കൊണ്ടുവരേണ്ടി വന്നു. അപ്പോ അല്ല, നിങ്ങൾ ഓൾറെഡി ഇത്രയും ഒരു ഇൻസിഡന്റിനകത്ത് പോയി പെട്ടു, എന്നിട്ട് വെറുതെ, അതായത് ആ ഒരു ഇൻസിഡന്റ് ഇല്ലാതെ ഓഫീസറിന്റെ പേര് പറയേണ്ട ആവശ്യം എന്തായിരുന്നു അവിടെ? ശരിക്കും പറഞ്ഞത് പെട്ടെന്ന് സ്വന്തം പേര് പറയാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ. അപ്പൊ പെട്ടെന്ന് വായിൽ വന്നൊരു പേരങ്ങ് പറഞ്ഞത് PD ഓഫീസറിന്റെ തന്നെ പേരായത് കണ്ടത്തിലായി പോയി. റിപ്പോർട്ട് എനിക്കും ചാൻസാണ് കിട്ടിയത്. എന്റെ ഒരു മീറ്റിംഗ് വിളിച്ചേക്കുന്നത്. ആ പേര് പറഞ്ഞത് വേലു സാറിന്റെ പേരാണ് പറഞ്ഞത്. എന്റെ പേരാ? ആ സാറിന്റെ പേരാണ് ഇവര് പറഞ്ഞത് ആ മിഷനില്, സീക്രട്ട് മിഷനില്. അതുകൊണ്ടാണ് സാർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്, നമ്മുടെ ഓഫീസർ പറഞ്ഞത്. അത് എനിക്കുള്ള മനസ്സിലായി. ഞാൻ വിചാരിക്കുന്നില്ല, കാരണം ഞാൻ സിറ്റിയിലേ ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോ എന്റെ തലേ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. ഇതെന്താ ട്രൈ വിത്ത് യുവർ വോയിസ് തങ്കമനസ്. ദൂരപ്പെട്ടു തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യൻ ഉദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. തീരവിളകും ഈ സ്നേഹ നടയിലെന്നും വിളയുമല്ലോ, കരുണതൻ മുക്ക് പൊഴിയുമല്ലോ. കണ്ടാലും അമ്മയ്ക്കും കുഞ്ഞുങ്ങൾ, ഞാനും ഈ അമ്മയ്ക്ക് പൊന്നും എന്നും കുഞ്ഞു മനസ്സ്, അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ, ഈ മുറ്റത്തെ തുളസി പോലെ. ഇത് അല്ല, ഇത് പക്ഷെ ലൈവ് കേൾക്കുമ്പോ ഡിലേ ഉണ്ടാവും. നിങ്ങൾക്ക് ഡിലേ ഉണ്ടാവും. ഈ ലൈവിൽ ഡിലേ ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നല്ല ഡിലേ ഉണ്ടാവും. കറക്റ്റ് ആയിട്ട് വരത്തില്ല, അത് സിങ്ക് ആയില്ല. അത് ഗൈസ് ഇവിടെ ഞാൻ പാടുന്നത് സിങ്കാ, പക്ഷെ നിങ്ങൾക്ക് അവിടെ വരുമ്പോ സിങ്ക് ഉണ്ടാവില്ല, ഡിലേ ആയിരിക്കും, നല്ല ഡിലേ ആയിരിക്കും. അത് അങ്ങനെയാണ്, ഇതിനകത്ത് പാടാൻ പറ്റൂലടാ. Boys always have the freedom for everything. 6 മണിക്ക് വീട്ടിൽ കയറണ്ട. എത്ര പ്രാവശ്യം പറയണം നിന്നോട് 6 മണിക്ക് മുൻപ് വീട്ടിലെത്തണമെന്ന്? ഏത് പാതിരാത്രി എവിടെ വേണേ പോ. ഇതൊക്കെ ശരിക്കും പെമ്പിള്ളാരുടെ വെറും തെറ്റിദ്ധാരണയാണ്, ഭയങ്കര തെറ്റിദ്ധാരണയാണ്. എന്നെ പ്ലസ് ടു വരെ എന്നെ 6 മണി തൊട്ട് 5:30-6 മണി ആകുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ വീട്ടിൽ കയറണമായിരുന്നു. എന്നെ കോളേജിൽ ഞാൻ എന്ന് ബാംഗ്ലൂർ പഠിക്കാൻ പോയോ അതിനുശേഷം ഞാൻ സെൽഫ് ഇതായിട്ടാണ് എന്നെ വീട്ടിൽ നിന്ന്. അങ്ങനെ അത് വെറുതെ ലൈക്ക് അച്ഛനും അമ്മയും കുറച്ച് പേടിച്ചൊക്കെ വളരണ ആൾക്കാർക്കൊക്കെ ഇത് അങ്ങനെ ഇതായിട്ടൊന്നും റിലേറ്റബിൾ ആയിട്ട് എടുക്കാനൊന്നും പറ്റത്തില്ല. ഈ പെമ്പിള്ളാർ പറയണതെല്ലാം എല്ലാവരും മറ്റേ 6 മണിക്ക് വീട്ടിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ അമ്മയെ അനുസരിക്കാതെ കയറാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പയ്യന്മാരുണ്ടാവും. പക്ഷെ അതിന് റെസ്പെക്ട് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 6 മണിക്ക് ശേഷം വീട്ടിൽ പോയാൽ എൻ്റെ അച്ഛനും അമ്മയും തിരക്കാറുണ്ടായിരുന്നു എന്നെ. അത് എല്ലാവർക്കും ഒന്നും ആപ്ലിക്കബിൾ അല്ല. അത് ഞാൻ 100% ഉറപ്പ് പറയാം. അത് പെമ്പിള്ളാരുടെ വെറും തെറ്റിദ്ധാരണയാണ്, കുറേ പേരുടെ തെറ്റിദ്ധാരണയാണ്. എപ്പോഴും ഇറങ്ങി പോവാന്നതൊക്കെ അതൊക്കെ വെറുതെയാ, അതൊന്നും നടക്കൂല. എക്സാക്ട്ലി. ഇതാ എന്റെ സാമ്രാജ്യത്തിനൊക്കെയും ബാധ്യതകൾ എല്ലാം ഇനി നീ തീർക്കാം. ഇത്ര അധികം ബാധ്യത സത്യമാണ്. ലൈക്ക് ഞാൻ ഒരിക്കലും ഒരു സൈഡ് മാത്രം പറയത്തില്ല. ബീങ് എ ഗേൾ ഓർ ബോയ് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, അത് ഉറപ്പാണ്. ഇപ്പം പെമ്പിള്ളാരുടെ പീരീഡ്സ് പെയിൻ എങ്ങനെയാണെന്നൊരു ആൺചെറുക്കനോട് ചോദിച്ചാൽ അവനൊരിക്കലും മനസ്സിലാകത്തില്ല. അതുപോലെ ഒരു ആൺചെറുക്കൻ്റെ മറ്റേ ലൈഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു വീട്ടിലത്തെ ഒരു വീട് എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ള ബുദ്ധിമുട്ട് ചിലപ്പം അത് ചെയ്യാത്ത വേറൊരു പെൺകുട്ടിയോട് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്കും മനസ്സിലാകത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതിൽ രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്.
റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് രണ്ടുപേരെ ഞാൻ പറയണില്ല. ഇത് നമ്മൾ റിയാക്ട് ചെയ്ത വീഡിയോ തന്നെ അവൻ വീണ്ടും വീഡിയോ ഇട്ടിരിക്കണം. കൊള്ളാ. നൈസ് 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 നൈസ്. ദിസ് പാർട്ട് ഓഫ് സോങ് ഞാൻ പക്ഷെ ഇതിന്റെ വലിയ ഫാനല്ല, പക്ഷെ ഇത് കിടിലമാണ്. സുന്നത്ത് പെയിൻഫുൾ ആണെന്നാണ്. അയ്യോ ശരിയല്ലേ, അത് എല്ലാവർക്കും എല്ലാ ആമ്പിള്ളേർക്കും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെന്നല്ല നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് സ്റ്റിൽ ഞാൻ കൂട്ടുകാരുടെയൊക്കെ സുന്നത്ത് കല്യാണത്തിലൊക്കെ പോയിട്ടുണ്ട്. അവന്മാര് പറയാറുണ്ട് അയ്യോ സത്യം പറഞ്ഞ അത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അയ്യോ എന്റെ അമ്മച്ചി പേടിയാവണം. ഈ സീരീസിന്റെ ഓരോ എപ്പിസോഡും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്രിയേറ്റേഴ്സിന് വന്ന ചെലവ് 1 കോടി രൂപയാണ്. അതായത് 26 എപ്പിസോഡിന് ഏകദേശം 26 കോടി രൂപ. ഞാൻ പറഞ്ഞു വരുന്നത് ഡീമൺ സ്ലെയർ ഉണ്ടാക്കി 26 കോടിയോ? ഓ, ഇത് നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഡീമൺ സ്ലെയർ എന്ന് പറയുന്ന ഡീമൺ സ്ലെയർ നെറ്റ്ഫ്ലിക്സിലാണ്. ഉണ്ട് നെറ്റ്ഫ്ലിക്സിലെ ആനിമേ സീരീസിനെ കുറിച്ചിട്ടാണ്. അത് ആദ്യമായിട്ട് ഒരു ആനിമേ സീരീസ് ഒക്കെ കാണാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഡീമൺ സ്ലെയർ എന്ന് പറയുന്നത് ഒരു കിടിലൻ അല്ലെങ്കിൽ ഒരു കിടുക്കാച്ചി ഓപ്ഷൻ തന്നെയാണ്. പിന്നെ കാണുന്നതും കാണാത്തതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊരിക്കലും നമുക്ക് ചോദ്യം ചെയ്യാനാവില്ല. പക്ഷെ നിങ്ങൾക്കറിയാത്തത് അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കാണാത്തത് അതിനെക്കുറിച്ച് കുറ്റം പറയുന്നത് ശരിയാണോ? നിങ്ങൾ ഇതുവരെ ഈ ആനിമെ പോലെയുള്ള സംഭവം കാർട്ടൂൺ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിസ്സാക്കുന്നത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഇത് ഏതോ ഡൈഹാർഡ് ആനിമി ഫാൻ എനിക്കിട്ട് തന്നെ തരാൻ വേണ്ടി കൊണ്ടിട്ടതാ. ഇത് കാണണ്ട. ഞാൻ ആനിമി മോശമാണെന്ന് പറഞ്ഞിട്ടില്ല ഗൈസ് ഇതുവരെ. ഞാൻ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആനിമി കാണാൻ തോന്നിയിട്ടില്ല, ഫസ്റ്റ് കാര്യം. അതുകൊണ്ട് ഇഷ്ടമല്ലാത്തൊരു, അതായത് നമുക്ക് എനിക്ക് കാണാൻ ഇഷ്ടം വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ തോന്നാത്തൊരു സാധനത്തിനോടുള്ള റിജക്ഷൻ, അതാണ് ഞാൻ എൻ്റെ ത്രൂ നിങ്ങളോട് ഇതാക്കണേ. അല്ലാതെ ഞാൻ ആനിമി കൊള്ളത്തില്ല എന്നല്ല ഞാൻ പറയണേ. ആനിമി ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടമുള്ളവരുണ്ടാവും, പക്ഷെ എനിക്കത് കാണാനുള്ളൊരു ഇത് വന്നിട്ടില്ലടാ എനിക്ക് ഇതുവരെ. ഒരു പണിയില്ലാത്തപ്പോഴേ കൊള്ളാടാ. BM ആണോ? ഓ നൈസ്. ഇത് എന്ത് വെച്ചുണ്ടാക്കിയതാടാ? ഇത് ക്ലേ ആയിരിക്കത്തില്ല, വേറെന്തോ ആണ്, വേറെന്തോ മെറ്റീരിയലാ. കൊള്ളാടാ. നൈസ് നൈസ് നൈസ്. ചെയ്ത് കറക്റ്റൂടെ കുറച്ചുകൂടെ പെർഫെക്ഷൻ വരും. മൈ ഡ്രോയിങ് ഒരു ഈഗിളാണല്ലോ. കൊച്ചു പയ്യനാ. ഓ ഓ നൈസടാ. നൈസ് റമ്മനെ. Me fully preparing for exam. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓട്ടക്കകത്തോടെ തളിക്കില്ല. സത്യല്ലേ? അയ്യോ എന്റെ അമ്മോ. കണക്ക് പരീക്ഷയ്ക്കൊക്കെ ഫിസിക്സിന്റെ തുണ്ട് വെട്ടിക്കൊണ്ട് പോയവന്മാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇത് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. മനസ്സിലായ? എല്ലാം പ്രിപ്പയർ ചെയ്ത് ചെല്ലുമ്പോഴാണ് കണക്കാണെന്ന് അറിയണത്. മാത്സ് ഹൈലി റിലേറ്റബിൾ. സത്യമല്ലേ? സത്യം. എന്താ അടിയോടെ അടിച്ചു ഞാൻ ലൈവ് കണ്ടില്ലടാ ഈ കളി. അന്ന് ചാറ്റിൽ എല്ലാരും പറഞ്ഞതിന് ശേഷം ഞാൻ ഹൈലൈറ്റ് ആടാ കണ്ടത്. എനിക്ക് ലൈവ് കാണാൻ പറ്റിയില്ലടാ. തന്ത വൈബ് തന്ത. നന്നായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലാണോ? രണ്ടുപേരുടെ ക്ലാസ്സിലെല്ലാരും നന്നായിട്ട് പഠിക്കും.
2.5 വയസ്സിൽ മാറ്റി കിടത്തിയതാ, ഒരു റൂമിലേക്ക് ആക്കിയതാ. അവനെ 1.5 വയസ്സിൽ മാറ്റിയതാ. ഞങ്ങൾക്ക് ആഗ്രഹങ്ങള്. ഉറക്കത്തിന്റെ സമയമാകുമ്പോ അവര് തന്നെ റൂമിൽ പോയി അവർ ഉറങ്ങിക്കോളും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊരു റുട്ടീനാവും. അതിലൊക്കെ പ്രാധാന്യം പിന്നെ നമുക്ക് അത് കഴിഞ്ഞ ഒരുപാട് സീരിയസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. പലരും ചോദിച്ചാൽ നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ലവ് ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷെ പുള്ളിക്കാരിയായിരുന്നു. തന്ത കൊള്ളാം. ലവ് മാരേജ് ആയിരുന്നു, പക്ഷെ ലവ് ചെയ്ത ആള് വേറെ ആരെയോ മാരേജ് ചെയ്തത്. തക്സിൻ 30 സെക്കൻഡ്. കല്യാണത്തിന് എനിക്ക് സമ്മതം, പക്ഷെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ. പറഞ്ഞോളൂ. നിങ്ങളോടല്ല, ഇവരോടാ. അറിയാലോ, ഞാനൊരു ആക്ടിവിസ്റ്റ്. ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റാ. ഭാര്യയെന്ന് കരുതി അടുക്കളയിൽ തന്നെ കിടക്കാനൊന്നും എനിക്ക് പറ്റില്ല. കിടക്കാൻ ഇഷ്ടം പോലെ സ്ഥലം ചെമ്പകശ്ശേരി വേറെ അത് കണ്ട കൗണ്ടർ ഓരോരുത്തരാ മാറി മാറി പൊക്കോണ്ടിരിക്കണ ഫ്രെയിം റൗണ്ടില്. പൊതുപ്രവർത്തക ആയതുകൊണ്ട് എനിക്ക് രാവും പകലുമില്ല സഞ്ചരിക്കേണ്ടി വരും. മിക്കവാറും രാത്രികളില് വൈകി വീട്ടിലെത്തുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, അതിലാണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അത് രാത്രി വൈകുമെന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. പിന്നെ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ പ്രസവിക്കാമെന്നും പറയരുത്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആരും പ്രസവിക്കാറില്ല. ഇയാളേതാ? ഞാൻ വിപ്ലവം വേലായുധൻ, CP-യുടെ ചങ്ങാതിയാ. കുട്ടി പറഞ്ഞ കാര്യങ്ങൾക്ക് അംഗീകരിക്കാൻ CP തയ്യാറാ ആണോ? അല്ലേ CP-ക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടോ? തടസ്സമുണ്ട്, ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അയ്യോ, സാധനം കൊള്ളാം കേട്ടാ. അത് വിഷയം. ട്രിപ്പ് പ്ലാനിങ് 87 രൂപ, 10 രൂപ, 26 രൂപ, 33 രൂപ. Me and my friends bank balance. The land of high passes. But that's merely a translation. In real, it is an experience. A powerful one. Translating motoring into a transcendental emotion. എടാ ഞാൻ ഒരു സത്യം പറയട്ടെ. പണ്ട് കുറച്ച് നല്ല കൂട്ടുകാരുണ്ടായിരുന്ന സമയത്ത് 100 രൂപ 200 രൂപ ഷെയർ ഇട്ട് പോയ ട്രിപ്പിന്റെ അത്രയും ഭംഗിയൊന്നും ഇപ്പം മറ്റേ പൈസ കൊണ്ട് പോയ മറ്റേ ദുബായ് ട്രിപ്പിനൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഞാൻ സത്യം, ടു ബി ഹോണസ്റ്റ് ആയിട്ട് ഞാൻ പറയാം ഗൈസ്. എനിക്ക് ഇപ്പോഴും എൻ്റെ മൈൻഡിൽ മെമ്മറി ഉള്ള നല്ല കുറെ ട്രിപ്പുകളെല്ലാം മറ്റേ എല്ലാവരും കൂടെ പൈസ പിരിച്ചിട്ട് 100 200 300 രൂപയൊക്കെ ഇട്ട് പിരിച്ചു പോയിട്ടുള്ള നല്ല നക്കി പോയിട്ടുള്ള ട്രിപ്പുകളൊക്കെ ആയിരുന്നു ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ട്രിപ്പുകളാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇത് ഹോണസ്റ്റ് ആയിട്ട് പറയുവാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ലൈക്ക് ഞങ്ങൾ പണ്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇങ്ങനെ ആ ഒരു ഇതൊക്കെ ഷെയർ ഇട്ട് പെട്രോളൊക്കെ അടിച്ച് പോണ ഒരു ഇത് സത്യമായിട്ടും അതാണ് ഏറ്റവും ബെസ്റ്റ് ട്രിപ്സ്. ഡു യു നോ ഈഗിൾ ഗെയിമിംഗ്? ഈഗിൾ ഗെയിമിംഗ് ഈസ് ദ ഓൺലൈൻ ഐഡന്റിറ്റി ഓഫ് ദിലിൻ ദിനേശൻ, ChatGPT. Prominent gamer, streamer and content creator from Kerala, India. He became well known through his YouTube channel and game stream on platforms like Loco. His journey into the gaming began while he was still a student, using gaming to help support the family financially. He is particularly famous for role-playing games like GTA 5 and his association with Blind Esports. ഇത് ആരോ ഇത് ആഡ് ചെയ്തതിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടാ. Dylan is admired for his perseverance, having built of the South India's most expensive gaming setup, valued at around INR 35 lakhs. His rise to success was marked by overcoming numerous financial challenges, and now he streams to a large audience across the platform. വിഷയമാണ്. അപ്പം ഞാൻ ഇത്രേ നോക്കുന്നുള്ളൂ ഗൈസ്. ഞാനപ്പം ഇത്രേ നോക്കുന്നുള്ളൂ. എനിക്ക്